കോഴിക്കോട്ടേക്ക് മേയർ സ്ഥാനാർത്ഥിയായി ഒ സദാശിവനെ മത്സരിപ്പിക്കാൻ CPIM ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനം വന്നു. സ്ഥാനാർത്ഥിയുടെ പേര് ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി. CPIM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാണ് ഒ സദാശിവൻ. 24 ബ്രേക്കിംഗ് ന്യൂസ്. ദീപക് തലമുടം ബ്രേക്ക് ചെയ്യാൻ വരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയും. വെരി ഗുഡ് മോർണിംഗ് SKN. ഈ കനലൊരു തരി മതി എന്ന് പറയുന്നത് പോലെ വലിയ പരാജയം ഇടതുമുന്നണിക്ക് കേരളത്തിലാകെ ഉണ്ടായപ്പോൾ വളരെ ദയനീയമായ തോൽവികൾ പല ഡിവിഷനുകളിലും ഏറ്റുവാങ്ങേണ്ടി വന്നു. മേയർ സ്ഥാനാർത്ഥിയായ മുസാഫിർ അഹമ്മദ് തോറ്റെങ്കിലും കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണം കഴിഞ്ഞ 45 വർഷമായി LDFിൻ്റെ കയ്യിൽ തന്നെയാണ്. ഇപ്രാവശ്യവും LDFിന് തന്നെയാണ് അത് കിട്ടിയത്. അവിടെ മേയറായിട്ട് ആരെ തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. അതിൽ കാരണം മേയറായി നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ മുസാഫിർ അഹമ്മദ് തോറ്റുപോയി മീഞ്ചന്ത ഡിവിഷനിൽ നിന്നും എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ യോഗത്തിൽ ഒ സദാശിവനെ, ഉദയമംഗലത്ത് സദാശിവൻ തടമ്പാട്ട് താഴം ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം ജയിച്ചത്. നിലവിൽ കൗൺസിൽ പാർട്ടി ലീഡറാണ്. അതായത് കോർപ്പറേഷനിലെ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ CPIMൻ്റെ കൗൺസിൽ പാർട്ടി ലീഡറാണ്. CPIM കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റി അംഗമാണ്. ഈ ഒ സദാശിവനെയാണ് ഇപ്പോൾ മേയറായി ജില്ലാ നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് അത് അയച്ചു കഴിഞ്ഞു. ഇനി അതിന് അംഗീകാരം കിട്ടണം. അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയറെ കൂടി തീരുമാനിക്കും. നേരത്തെ തന്നെ ഡോക്ടർ S ജയശ്രീ, നിലവിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ S ജയശ്രീയുടെ പേരുകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ എന്നാൽ ഒരു ജനറൽ കാറ്റഗറിയിലാണ് ഇപ്പോൾ മേയർ. നേരത്തെ വനിതയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലൊരു തീരുമാനം മതി എന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുകയായിരുന്നു. M മഹബൂബും അതുപോലെ P മോഹൻ മാഷ് മുതിർന്ന നേതാക്കളെല്ലാം ആ നിലപാടെടുത്തു. ഏതായാലും സംസ്ഥാന കമ്മിറ്റിക്ക് ഇതിൽ ഒരു തീരുമാനം, ഒരു അന്തിമ അംഗീകാരം നൽകി കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. നാളെ LDF യോഗവും കോഴിക്കോട് ചേരുന്നുണ്ട്. LDF ജില്ലാ കമ്മിറ്റി യോഗം. അതിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യലായിരിക്കും ഉണ്ടാവുക. ഇന്ന് രാത്രി വൈകിയോടുകൂടി മിക്കവാറും സംസ്ഥാന കമ്മിറ്റി ഇതിലൊരു അംഗീകാരം നൽകുമായിരിക്കും SKN. അങ്ങനെയെങ്കിൽ ഈ ഒ സദാശിവനാണ് മേയർ എന്ന് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെപ്യൂട്ടി മേയറായിട്ട് വരാൻ പോകുന്നത് മിക്കവാറും ഡോക്ടർ S ജയശ്രീ ആയിരിക്കും. അതേ സമയത്ത് തന്നെ മുൻ ഡെപ്യൂട്ടി കലക്ടറുടെ പേര് കൂടി ഈ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. പക്ഷേ എന്നാൽ പരിചയസമ്പന്നയായ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ജയശ്രീയുടെ പേരിനാണ് മുൻതൂക്കമുള്ളത്. ഏതായാലും മേയറായി ഒ സദാശിവനെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.